അമ്മാവ, എന്താ അങ്ങയുടെ അമ്മ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. എവിടെയുള്ളേ? ഇതാണ് എൻ്റെ അമ്മ. ഭൂമി മാതാവ്. മണ്ണോ? ഇത് വെറും മണ്ണല്ല മോളെ, എന്റെയും നിന്റെയും എല്ലാവരുടെയും അമ്മയാണ് മോളെ. അമ്മ. അമ്മ? ഇന്ന് ഈ അമ്മയുടെ ജീവൻ അപകടത്തിലാണ്. ഈ മാതാവിനെ നമ്മൾ രക്ഷിക്കണം. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ഭൂമി മാതാവിന്റെ സ്വാതന്ത്ര്യം. ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി എത്ര തവണ ഈ മണ്ണിൽ ജനിച്ച് പോരാടേണ്ടി വന്നാലും എന്ത് ത്യാഗം സഹിച്ചും ഞാൻ എന്റെ ജീവൻ കൊടുക്കും. എന്റെ ജീവൻ നമ്മുടെ സ്വാതന്ത്ര്യം തകർക്കാനായി. ദൂരെ നിന്നും വന്നു വെള്ളക്കാർ, കുതന്ത്രങ്ങളിലൂടെ തട്ടിയെടുത്തു നമ്മുടെ ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ. അമ്മയ്ക്ക് പ്രണാമം. ഇന്ന് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയാണ്, നിനക്ക് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. ഒട്ടിച്ചെറിയൂ അടിമത്വത്തിന്റെ ചങ്ങലകൾ. അഗ്നിയായി ജ്വലിക്കൂ, അഗ്നിയായി ജ്വലിക്കൂ, അഗ്നിയായി ജ്വലിക്കൂ. Brave girl. I think ഇത്രയൊക്കെ കണ്ടതിന് ശേഷം നിന്റെ ധൈര്യം നഷ്ടപ്പെട്ട് കാണും. ഇനി നീ നമുക്ക് എക്സ്പ്ലോഡിംഗ് ആരോ ഉണ്ടാക്കാനുള്ള ടെക്നിക് പറഞ്ഞു തരും. ഒരു കാര്യം, there's one more thing I need to explain to you, my dear girl. സ്വാതന്ത്ര്യം, ഭൂമി മാതാവിന്റെ സ്വാതന്ത്ര്യം. ദൂരെ നിന്നു വെള്ളക്കാർ കുതന്ത്രങ്ങളിലൂടെ തട്ടിയെടുത്തു നമ്മുടെ ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ, നമ്മുടെ പ്രിയപ്പെട്ട ദേശത്തെ. Do you understand? ശരി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. Very good, excellent. പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. നിബന്ധനയോ? അതെ, ആദ്യം നിങ്ങൾ ഈ എല്ലാ തടവുകാരെയും മോചിപ്പിക്കണം. ശരി, എനിക്ക് സമ്മതമാണ്. എല്ലാവരെയും വിട്ടയക്കൂ, വിട്ടയക്കൂ എല്ലാവരെയും.
ഓക്കെ മനു ഭായ്, ഞാൻ എൻ്റെ പ്രോമിസ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി പറഞ്ഞു തരൂ നമുക്ക്. മനു, അവിടെ നിൽക്കൂ. നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ സാധിക്കില്ല. നോക്കൂ സഹോദര, ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ ഒരു തവണ എന്റെ മകളെ കാണാനുള്ള അവസരം തരണം. അത് സാധ്യമല്ല. ശരി, എന്നാൽ ഇതെങ്കിലും പറയൂ. അവളെ അകത്ത് തല്ലുകയൊന്നുമില്ലല്ലോ? സാർ, എന്താണ് വേണ്ടത്? എന്റെ മകൾ ഇവിടെ തടവില. അകത്ത് ഒരു തടവുകാരനുമില്ല. എന്റെ മകൾ ഇവിടെ തടവിലാണ് സാർ. പറഞ്ഞില്ലേ അകത്താരുമില്ല? സാർ ഉണ്ട് സാർ, ഞാൻ അവളെ കാണാനാണ്. സഹോദര, എന്റെ മകളകത്ത്. മനു, എന്റെ സഹോദര, എന്റെ മകൾ അവിടെ ഉണ്ടോ സഹോദര? എന്റെ മകളകത്ത്. ഇല്ല, എന്റെ മകളകത്തുണ്ട്. എന്റെ മനുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ സഹോദര? എല്ലാ തടവുകാരും മോചിതരായി. തടവുകാർ മോചിതരായി. അപ്പോൾ എന്റെ മനു അവിടെ. Don't worry, Manu Bhai. പറഞ്ഞു തരൂ. What the hell? പിടിക്കവളെ. അവളെ പിടിക്ക. പിടിരുതവളെ. അവിടെ നിൽക്കാൻ. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ ഞാൻ ആ രീതി പറഞ്ഞു തന്ന് ഞാൻ എന്റെ ദേശത്തിനോട് നന്ദിയില്ലായ്മ കാണിക്കില്ല. താഴെ ഇറങ്ങ്. എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ ഇപ്പൊ തൂങ്ങും. വേണ്ട. മരിച്ചാലും എന്റെ വിദ്യ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. നോ, വേണ്ട, അങ്ങനെ ചെയ്യരുത്. നോക്കൂ മനു ഭായ്, ഞാൻ പറയുന്നത് കേൾക്ക്. ഒരു പക്ഷേ ഈ സ്റ്റൂൾ ഔട്ട് ഓഫ് ബാലൻസ് ആകുകയാണെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാകും. മുന്നോട്ട് വരരുത്. ഓക്കെ, ശരി. ബാക്ക്, ഗോ ബാക്ക്. ഞാൻ കേട്ടിട്ടുള്ളത് ഹിന്ദുസ്ഥാനിലെ പെൺകുട്ടികൾ 4 ചുവറുകൾക്കുള്ളിൽ കൃഷിയും വീട്ടുകാര്യങ്ങളും നോക്കുന്ന ദുർബലകളാണെന്നാണ്. പക്ഷെ ഇവളുടെ ധൈര്യം നോക്കൂ.
ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ സ്പിരിറ്റ് തകർത്തില്ല എങ്കിൽ അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കും. ചിരിക്കുന്നോ നീ? ഞാൻ നോക്കട്ടെ നിന്റെ മുഖത്തുള്ള ഈ ചിരി എത്ര നേരം നിലനിൽക്കുമെന്ന്. നോക്കാം, നീയാണോ തോൽക്കുന്നത് അതോ ബ്രിട്ടീഷുകാർ? ഇതായിട്ടോളൂ. നിന്റെ വല്യമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നതാണിതൊക്കെ. ഇതെന്തു പറ്റി? നമ്മുടെ പ്രാജി അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. ഇവക്ക് എന്താ ഇട്ടു കൊടുക്കാത്തത് ചേച്ചി? അതിന് അവളുടെ വിവാഹ സമയത്ത് ഇതിലും വലിയ താലവുമായിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷെ ഞാനിത് ഇവൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ, എന്തു പറ്റി? നമ്മുടെ പ്രാജി എന്തിനാ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? പ്രാജി മാത്രമല്ല, എനിക്കിവിടെ എല്ലാവരും പിണങ്ങി നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ഇല്ലില്ല കൃഷ്ണഭായ്, പിണങ്ങുന്നത് എന്തിനാണ്? നിങ്ങൾ എല്ലാവരും വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാ സന്തോഷം വർദ്ധിച്ചിരിക്കുകയാണ്. ക്ഷമിക്കണം വാഹിനി സാഹിബ്, മനസ്സിൽ കാര്യങ്ങളൊന്നും തന്നെ നിൽക്കുന്നില്ല. ഇവിടെ സന്തോഷം പോയിട്ട് എന്റെ സഹോദരി അഭിനയിക്കുന്നത് പോലുമില്ല. നിങ്ങളെ എന്തിനു കുറ്റം പറയണം? ഇല്ല ഇല്ല ഏട്ടത്തി, അങ്ങനെയൊന്നും പറയരുത്. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമില്ലാതിരിക്കോ? അത് മാത്രമല്ല, നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ടൊന്നുമല്ലേ. പൂനെയിൽ നിന്ന് പുറപ്പെട്ടിട്ട് 12 ദിവസമായി. ഇവിടെ ആദര സൽക്കാരം പോയിട്ട് നമ്മുടെ സഹോദരൻ രാജാവ് വെറുതെയെങ്കിലും ഒരു സുഖവിവരം പോലും തിരക്കിയില്ല. അതിന് കാര്യമുണ്ടല്ലോ ചേച്ചി, നമ്മുടെ ഭർത്താക്കന്മാർ പേഷു അല്ലല്ലോ. അല്ലെങ്കിൽ സഹോദരൻ നമ്മളെ കാണാൻ ഇവിടേക്ക് വന്നേനെ. അനിയത്തി, നിന്റെ കൊള്ളിക്കുന്ന വർത്തമാനം ഇതുവരെ പോയില്ല അല്ലേ? നമ്മുടെ ബാജിറാവു പേഷ്വയാണ്. പക്ഷെ പേഷു എന്ന് പറയാൻ കഴിയോ? കഴിഞ്ഞ 23 വർഷങ്ങളായി ശപിക്കപ്പെട്ട ജീവിതം അനുഭവിച്ചതിന് ശേഷവും തന്നോടൊപ്പം നിന്ന 10,000-ലധികം മറാഠ ജനങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും കാവൽക്കാരനാണ്. അപ്പോൾ നിങ്ങളും നമ്മുടേത് തന്നെയല്ലേ അനിയത്തി? അദ്ദേഹം അറിഞ്ഞുപോലും കാണില്ല നിങ്ങൾ വന്നു എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മുൻപേ തന്നെ അദ്ദേഹം അതിഥി സൽക്കാരം നൽകാനായി ഇവിടെ ഉണ്ടായിരുന്നേനെ. നിൽക്കൂ, ഇപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാം. നിങ്ങളുടെ പരിഭവങ്ങളെല്ലാം അതോടെ മാറും. നിങ്ങൾ ഇതുവരെയും പോയില്ലേ? സാർ, എന്റെ മകൾ ഇപ്പോഴും അകത്തുണ്ട്. ഒരു തവണ അവളെ കാണാനുള്ള അവസരം ഒരു തവണ ഞാനൊന്ന്. എന്താ മനു നിങ്ങളുടെ മകളാണോ? എന്റെ മകളാണ് മനു. എന്റെ മകളാണ് സാർ. അതെ സാർ. സാർ 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 ഒന്ന് നിൽക്കൂ സാർ, ഞാനൊന്ന് പറയട്ടെ സാർ. സാർ 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 നിങ്ങൾ ഇപ്പോൾ തന്നെ ഗവർണർ ജനറലിന്റെ പേരിൽ ഒരു കത്ത് തയ്യാറാക്കി നമ്മുടെ സന്ദേശം അറിയിക്കുക. നമ്മുടെ സദസ്സിൽ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് നമ്മുടെ മകളെ വലിച്ചിഴച്ച് കൊണ്ടുപോയത്. എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോകൂ, ഇപ്പോൾ തന്നെ കത്ത് തയ്യാറാക്കൂ. ആജ്ഞ പോലെ ശ്രീമൻ സർക്കാർ. ബാജിറാവു, ഞാൻ കാന്യകുബ്ജ ബ്രാഹ്മണൻ നിങ്ങളെ ശപിക്കുന്നു. എപ്രകാരമാണോ നിങ്ങളുടെ ദത്തുപുത്രൻ എന്റെ പുത്രിയെ അപമാനിക്കാനും
ലജ്ജിപ്പിക്കാനുമായി ശ്രമിച്ചത്. അപ്രകാരം നിങ്ങളും ആജീവനാന്തം ഒരു ലജ്ജിക്കപ്പെട്ട വ്യക്തിയായി ജീവിക്കാൻ ഇടവരട്ടെ. ഇനിയും എന്തൊക്കെ ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. കഴിഞ്ഞ 23 വർഷമായി ശപിക്കപ്പെട്ട ജീവിതമല്ലേ നമ്മുടേത്. പക്ഷെ ഇപ്പോ ഈ ശാപങ്ങളുടെ ശിക്ഷ നമ്മുടെ മനു അനുഭവിക്കേണ്ടി വരുന്നു. ഇതിനെന്റെ പുത്രി എന്ത് തെറ്റ് ചെയ്തു? ദോഷങ്ങൾ നിന്റെ സ്വന്തം മകൾക്കല്ലല്ലോ ബാജിറാവ്. വാഹിനി സാഹിബ്, നമ്മുടെ ഇന്ദുവിനും പ്രാച്ചിക്കുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? അവർ നിങ്ങളുടെ കുടക്കീഴിൽ രാജകീയ ജീവിതം നയിക്കുകയല്ലേ. നമുക്ക് നന്നായി അറിയാം മനു നമ്മുടെ രക്തമല്ലെന്നുള്ളത്. പക്ഷെ അവൾ എൻ്റെ മനസ്സിന്റെ ഉള്ളിലെ തീയായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവൾ വെള്ളക്കാരുടെ ക്രൂരതകൾ എതിർക്കുന്നത്? അത് അത്ഭുതമാണ് വാഹിനി സാഹിബ്. വിശ്വസിക്കണം വാഹിനി സാഹിബ്, പ്രതിരോധിക്കാനുള്ള കഴിവ് എല്ലാ കന്യകകളിലും ഉണ്ട്. പക്ഷെ അവർ തിരിച്ചറിയണമെന്നില്ല. നമുക്ക് തോന്നുന്നു അവളത് സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് അവളെ ഓർത്ത് ദുഃഖമുണ്ട്. ഞാൻ നിങ്ങൾ പറയുന്നത് സമ്മതിക്കുന്നു ബാജിറാവ്. പക്ഷെ നിനക്ക് നിന്റെ മക്കളുടെ കാര്യത്തിലും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇന്ദുവിന്റെ വിവാഹം കഴിയും. അവൾ അവളുടെ വീട്ടിൽ പോവും. നിന്റെ മകൾക്കും കുറച്ച് സമയം നൽകൂ. അവൾക്ക് തന്റെ പിതാവിന്റെ സാമീപ്യം ആവശ്യമുണ്ട് ബാജിറാവ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ അതിഥികളെ എത്തി തുടങ്ങിയിരിക്കുകയാണ്. നിന്റെ ഭാര്യാഗൃഹത്തിൽ നിന്നും കുറച്ചുപേർ വന്നിട്ടുണ്ട്. അവര് നിന്നെ ഈ അവസ്ഥയിൽ കണ്ടാൽ എന്ത് വിചാരിക്കും ബാജിറാവ്? ശരി വാഹിനി സാഹിബ്, താങ്കളുടെ സ്ഥാനത്ത് നിന്ന് താങ്കൾ പറയുന്നത് ശരിയാണ്. താങ്കളുടെ ആജ്ഞ അനുസരിച്ച് നാം സന്തോഷവാനാണെന്ന് ഭാവിക്കാം. പക്ഷേ എത്ര നാൾ? എന്റെ പുത്രി എന്റെ അരികിലെത്തുന്നതുവരെ നാം ഹൃദയം കൊണ്ട് പ്രസന്നനാവുകയില്ല. സൂക്ഷിച്ച്.